നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഒരു ലീഗ്, 30 ക്ലബ്ബുള്ള ഒരു ലീഗ്. ആ ലീഗിൽ ഈ 30 ക്ലബ്ബുകളിലും അവരുടെ മൊത്തം കളിക്കാർക്ക് കൊടുക്കുന്ന തുകയേക്കാൾ, ഓരോ ക്ലബ്ബും അവരുടെ മൊത്തം കളിക്കാർക്ക് കൊടുക്കുന്ന തുകയേക്കാൾ അതിലൊരു ക്ലബ്ബ് ഒരു കളിക്കാരന് കൊടുക്കുന്നു. അത് വേറെ ആരുമല്ല, ലിയണൽ മെസ്സി. സാക്ഷാൽ ലിയണൽ മെസ്സി. ലിയണൽ മെസ്സിക്ക് ഇന്റർ മയാമി ഒരു വർഷം വാർഷിക പ്രതിഫലമായി കൊടുക്കുന്ന 270 കോടിയാണ്. ആ 30 ക്ലബ്ബാണ് അമേരിക്കൻ ലീഗിലുള്ളത്, മേജർ സോക്കർ ലീഗിലുള്ളത്. അതിൽ 28 ക്ലബ്ബുകളും അവരുടെ വാർഷിക പ്രതിഫലമായി മൊത്തം അവരുടെ ക്ലബിൻ്റെ കളിക്കാർക്ക് കൊടുക്കുന്നത് 270 കോടിയിൽ താഴെയാണ്. ഈ 28 ക്ലബ്ബും ഒരേ ഒരു ക്ലബ്ബാണ് മെസ്സിയേക്കാൾ കൂടുതൽ വാർഷിക പ്രതിഫലമായി മൊത്തം കളിക്കാർക്ക് കൊടുക്കുന്നത്. അത് ലോസ് ആഞ്ചലസ് FC ആണ്. അവർ 312 കോടിയാണ് കൊടുക്കുന്നത്. 42 കോടിയുടെ വ്യത്യാസം, അത്രയേ ഉള്ളൂ മൊത്തം കളിക്കാർക്ക്. ഇവിടെ മെസ്സിക്ക് മാത്രമേ 270 കോടിയാണ് കിട്ടുന്നത്. ലീഗിൽ ഏറ്റവും കൂടുതൽ പൈസ കളിക്കാർക്ക് വേണ്ടി ചിലവാക്കുന്ന അറ്റ്ലാന്റ ക്ലബ്ബ്, അവർ 266 കോടിയാണ് കൊടുക്കുന്നത് മൊത്തം കളിക്കാർക്ക്. 4 കോടി കുറവാണ് മെസ്സിക്ക് മാത്രമുള്ളത്. മൊത്തം ക്ലബ്ബുകളിൽ ഏറ്റവും കൂടുതൽ വാർഷിക പ്രതിഫലം എല്ലാ കളിക്കാർക്കും കൂടി കൊടുക്കുന്നത് ഇന്റർ മയാമിയാണ്. കാരണം സ്വാഭാവികമായിട്ടും 270 കോടി മെസ്സിക്ക് മാത്രം കൊടുക്കുമ്പോൾ ഇന്റർ മയാമി അതിൽ കൂടുതൽ കൊടുക്കുമല്ലോ. 512 കോടിയാണ് മൊത്തം കളിക്കാർക്ക് ഇന്റർ മയാമി കൊടുക്കുന്നത്. മെസ്സിക്ക് മാത്രം 270 കോടി. അതാണ് അവസ്ഥ. പക്ഷെ അതിൻ്റെ ഗുണം അമേരിക്കൻ ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട്. മെസ്സി വന്നതോടുകൂടി അമേരിക്കൻ ഫുട്ബോൾ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ, അമ്മാതിരി ജനപ്രീതിയാണ് അമേരിക്കയിൽ തന്നെ ഈ ഗെയിമിന് കിട്ടിയത്. ഇന്റർ മയാമിയുടെ മൂല്യം എത്രയോ 10 ഇരട്ടി വർദ്ധിച്ചു. ആ നിലയിലേക്ക് മെസ്സിയുടെ വരവ് അവരെ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ അത്ഭുതമോ കൗതുകമോ ഒക്കെയാണ്. മൊത്തം ക്ലബ്ബുകൾ കളിക്കാർക്ക് ചെലവിടുന്നതിനേക്കാൾ പൈസ വാങ്ങുന്ന ഒരു കളിക്കാരൻ, അതാണ് മെസ്സി. അത് നമ്മൾ ആശ്ചര്യത്തോടെ മാത്രമേ കാണാൻ കഴിയുള്ളൂ.